കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്തിനു വേണ്ടിയാണ് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നത് അഥവാ ഫിനാൻസ് മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെയിൻ റീസൺ ആണ് ഇറ്റ് എൻഷുവേഴ്സ് ഒപ്റ്റിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ഫിനാൻസിൻ്റെ ഒപ്റ്റിമമായിട്ടുള്ള ഉപയോഗത്തിന് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ആവശ്യമാണ്. നമ്മൾ സ്ട്രാറ്റജിക്കായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പനിയിലെ വരവും ചിലവും ഒക്കെ കൃത്യമായിട്ട് നോക്കി കമ്പനിയുടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പാഴാക്കാതെ നമുക്ക് റിട്ടേൺ തിരിച്ചു തരുന്ന രീതിയിൽ ഉപയോഗിക്കാനുമൊക്കെ ഫിനാൻസ് മാനേജ്മെൻറ്റ് വേണം. സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു. അത് തന്നെ ഡിസിഷൻ മേക്കിങ്ങാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഡിവിഡൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് എവിടെ നിന്ന് കളക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നത്. സോ മാനേജേഴ്സിന് ബിസിനസ്സിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഉപയോഗപ്രദമാണ്. തേർഡ് ഇമ്പോർട്ടൻസ് ആണ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ ക്യാഷ് ഫ്ലോ, അതായത് വരവ് ചിലവ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് എവിടേക്കൊക്കെ എത്ര രൂപ കൊടുക്കണം, അങ്ങനെയുള്ള ഒരു ക്യാഷ് ഫ്ലോ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വേണം. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് ആണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക്, പണത്തെ സംബന്ധിച്ചുള്ള റിസ്ക്കൊക്കെ എന്തൊക്കെയാണ് റിസ്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കുറയ്ക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഫിനാൻസ് പ്ലാൻ ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സഹായിക്കും. നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ എത്ര രൂപ ആവശ്യം വരും നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അടുത്ത വർഷം നമുക്ക് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങുകൾ നടത്താനും സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആവശ്യത്തിന് ടൂൾസൊക്കെ ഉണ്ട്. സോ അതും ബിസിനസ്സിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലീഗൽ കംപ്ലയൻസിന്, അതായത് നമുക്ക് ലീഗലി കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ അത് കൂടുതൽ കംപ്ലയൻസ് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് കോസ്റ്റ് കൺട്രോൾ. നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെ, നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ ഇന്ന കാര്യത്തിന് വേണ്ടി ചിലവഴിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. ഒരു മേജർ ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും ഒരു ഫങ്ഷൻ തന്നെയാണ്. സോ ഒരു ബിസിനസ്സിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഏത് മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സഹായിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സ്റ്റേക്ക് ഹോൾഡർ കോൺഫിഡൻസ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്ത ഒരു കമ്പനിയിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പം ഇൻവെസ്റ്റേഴ്സ് വരാം, ക്രെഡിറ്റേഴ്സ് വരാം, എംപ്ലോയീസ് വരാം. ഇവർക്കൊക്കെ ഒരു വിശ്വാസവും കോൺഫിഡൻസും ഒക്കെ കൂടുതലായിരിക്കും. ഇവരുടെ ആ ഒരു വിശ്വാസത്തിലാണല്ലോ ബിസിനസ് നിലനിന്ന് പോകുന്നത് തന്നെ. സോ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.